ഒരു പപ്പായ ജ്യൂസ്. ഹെൽത്തി മധുര ഇടേ വേണ്ട. ഹെൽത്തി കുട്ടാ. Yo guys, welcome back to the new video, and this will be a ODC work related to my hotel. So ഞാൻ ഓടാനായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ച് നേരം ഓടി കഥച്ച് ചെയ്യുമ്പോഴത്തേന് നിന്ന് പയ്യനെ ഇൻട്രോ പറയും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗോവയിലൊരു സ്ട്രീറ്റ് റേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോകാനായിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ പയ്യനെ ഇത് ഹോട്ടലിലൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോം. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് നടക്കണ മോപ്പ എയർപോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് ബുഫേൻ്റെ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 3 ടെൻറ്റിൻ്റെയും കൺട്രോൾ എൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് നോക്കി മര്യാദക്ക് നടത്തുക എന്നുള്ളതാണ് കോർഡിനേഷൻ. പിന്നെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ സീനിയേഴ്സിനെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഈ കാണുന്നതാണ് കിച്ചൺ. ഇത് ഒരു കൺസ്ട്രക്ഷൻ ഏരിയൻ്റെ ഭാഗത്താണ് ഈ സ്ട്രീറ്റ് റേസ് നടക്കുന്നത്. പിന്നെ ട്രക്കിന് നേരെ സാധനം ലോഡ് ചെയ്യാൻ വേണ്ടി എന്താണ് കൂടെയുള്ള ബഡീൻ്റെ ഒപ്പം ODC ബഡീൻ്റെ ഒപ്പം പോകുന്നു. പിന്നെ വൈകുന്നേരം ഇരുട്ടാൻ തുടങ്ങി. ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം പാക്കപ്പ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ പോകുന്നു. ഫസ്റ്റ് ഡേ ഫിനിഷ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഡേ വലിയ അത്രയും പ്രശ്നമില്ലാന്ന് ഹാൻഡിൽ ചെയ്ത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഡേ. ഐ ആം വാക്കിംഗ് ടു മൈ ഹോട്ടൽ. ഐ നീഡ് ടു റിപ്പോർട്ട് ബൈ 4 AM. സോ ബാങ്ക്വറ്റ് ഫ്ലോറിൽ പോയി സാധനങ്ങളെടുത്ത് അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി 4-5 പേർക്കുള്ള കോഫി എടുത്ത് വണ്ടിയിലോട്ട് നേരെ വെച്ച് പിടിച്ച് സ്ഥലത്ത്. പിന്നെ ഇത് ബുഫേന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ആശ്വാസം. പിന്നെ എല്ലാം ഒന്നും കൂടെ റൗണ്ട് അടിച്ച് നോക്കി ക്ലിയർ ആണെന്ന് കൺഫേം ചെയ്യുന്നു. അപ്പം തന്നെ സൂര്യൻ ഉദിച്ചു തന്നെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി ഫ്ലോ കയറി വന്ന് അതൊരു വേറെ ഫീലാണ്. രാവിലെ സൂര്യ ഉദിക്കണതിന് മുമ്പ് നമ്മൾ ഉദിക്കുമ്പോൾ. അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു. ഇതാണ് കിച്ചണിൻ്റെ ഏരിയ. കാണാൻ പറ്റുമായിരുന്നില്ല നിങ്ങൾക്ക്. അവിടെയാണ് ഞങ്ങൾ കിച്ചൺ സെറ്റ് ചെയ്തത്. പിന്നെ ഈ കാണുന്ന സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത്. ബണ്ണും ചാറും കഴിക്കുന്നില്ലേ? പാവ് ഭാജി. ഇതാണ് ബണ്ണും ചാറും. ആരും കണ്ടില്ല എന്ന് വേണ്ട. സർവമയത്തിലത്തെ ബണ്ണും ചാറും. അപ്പോൾ ചായ കുടിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. ഹലോ രോഹിത് കമ്മിങ്. रोहित सर 1 2 3 BNB सब डन. 2 और 3 में एक बुफे का लैडल लगाना है. ഇപ്പോൾ കണ്ട ഹിന്ദി ആരും ജഡ്ജ് ചെയ്യാൻ വരുന്നത് നമ്മൾ മലയാളിയാണ്. മലയാളിക്ക് മലയാളിൻ്റെ ഹിന്ദി ലാംഗ്വേജ് ഉണ്ട്. സോ ഈ കാണുന്നതാണ് ട്രാക്ക്. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഷൂട്ട് ചെയ്യണതിൻ്റെ അടിഭാഗത്ത് ആണ് ഇവരുടെ ഈ ഗരാജ്, കാറ് പാർക്ക് ചെയ്യണതും റിപ്പയർ ചെയ്യണ ഏരിയ. പിന്നെ ഇതിപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള പരിപാടിയിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നതാണ്. വിന്നേഴ്സിനുള്ള അവാർഡ് കൊടുക്കുകയും സെറമണി ക്ലോസിങ്ങും കാര്യമൊക്കെ നടക്കണതാണ് ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളുടെ കാര്യവും അതേപോലെ പുറകിന് ക്ലോസിംഗ് ആണ്. എല്ലാം പെട്ടിയിലാക്കി എല്ലാം അടുക്കി ഒതുക്കി സെറ്റ് ചെയ്ത് ബോക്സിൻ്റെ അകത്ത് ആക്കേണ്ട ബോക്സിൻ്റെ അകത്താക്കി എല്ലാം ഒതുക്കി സെറ്റ് ചെയ്യണതാണ്. കാരണം ഇത് ഞങ്ങളുടെ എല്ലാ റെൻറ്റിനാണ് മേടിച്ചേക്കണത്. അപ്പോൾ റെൻറ്റുകാർ വരുമ്പോഴത്തേന് ഇതെല്ലാം കണക്കെണ്ണി പറഞ്ഞു കൊടുക്കണം.
അപ്പോൾ ഇതിൻ്റെ എൻഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് അഭിപ്രായം കൂട്ടുകാരൻ പറയും. So this is my state after a shift of 12 hours. Yeah, 12 hours, right? Kind of. It might be extended. So guys, I'm into a deep mode of sleep at the moment. Aeroplane mode. Yeah, aeroplane mode, but down I can see a fucking vehicle, a car. It is so hot, and even I can see a chick who is hot. So guys, you all can imagine what's my state. So see y'all, let me enjoy. Good night. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യം. പിന്നെ ഇതിപ്പോൾ ലാസ്റ്റ് വൈൻഡിങ് സെക്ഷൻ ആയപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രിഫ്റ്റ് കാർസ് ഇറങ്ങിയേക്കണേണ്. അപ്പോൾ ഇതാണ് മെയിൻ സാധനം. നമ്മുടെ ഈ ലെക്സസിൻ്റെ GS 300 ആണെന്ന് തോന്നുന്നു. ഞാൻ ഇത് പേര് വിട്ടുപോയി. ഇപ്പോൾ സാധനത്തിൻ്റെ കുറച്ച് ഡ്രിഫ്റ്റ് ഷോസും കാര്യമൊക്കെ കാണിച്ച് ആൾക്കാരെ കുറച്ച് എനർജറ്റിക് ആയിട്ട് വീട്ടിലോട്ട് പറഞ്ഞു വിടാനായിട്ടുള്ള പരിപാടിയാണ്. I really enjoyed this thing, even though it was having so pressure and overload വർക്കും കാര്യം ഉണ്ടായിരുന്നെങ്കിലും സാധനം എൻജോയ്മെൻറ്റും വർക്കും നടന്ന് എന്താണേലും എക്സ്പെക്റ്റ് ചെയ്ത പോലെ കാര്യമെല്ലാം പോയില്ലേലും ഒരു രീതിക്ക് അതെല്ലാം മാനേജ്മെൻറ്റ് ചെയ്ത് ശരിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒഡീസി വർക്ക്. എൻ്റെ കരിയറിൽ തന്നെ ആദ്യത്തെ ഒരു പരിപാടിയാണ് ഇങ്ങനെ. ബട്ട് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ പ്രോഗ്രാം ആസ് വെൽ ആസ് ദ വർക്ക്. പുറകിന് സൂപ്പർ കാർസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഫെറാറിയും ലംബോർഗിനിയും കൂടെ ചേർന്ന് കുറച്ച് റൗണ്ടൊക്കെ അടിച്ച് ഷോ ഓഫും ചെയ്തു പോയി. അപ്പോൾ എൻഡിങ്ങിൽ വന്നു, എല്ലാവരും പിരിഞ്ഞു. അവസാനം ഈ പണി കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഷൂസിൻ്റെ അവസ്ഥ പോലെ തന്നെയൊക്കെയാണ് കാലിൻ്റെ അവസ്ഥയും. ഓടിക്കടച്ച് തളർന്നു, ടോട്ടലി ബോഡി ഫുള്ളും വീക്കായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഗരാജിൽ ചെന്നപ്പോഴത്തേനും നമ്മുടെ സൂപ്പർ കാറായ ഫെറാറീനെ പെട്ടിയിലാക്കുന്നു. അതേപോലെ മറ്റേത് ഓൾറെഡി കയറ്റിവിട്ട് ലാസ്റ്റ് ഇവൻ ഫെറാറിയും ലംബോർഗിനിയും ആയിരുന്നു പെൻഡിങ്. അപ്പോൾ അതിനെയും കൂടെ പെട്ടിയിലാക്കി നേരെ കയറ്റി വിടാനായിട്ടുള്ള പ്രൊസീജിയർ നടക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ടെൻറ്റിലോട്ട് പോയി. വേറെ ഒരു ടെൻറ്റ് മേളിലായിട്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയി എന്താ കാര്യമെന്ന് നോക്കി അവസാനം ഞങ്ങൾ തിരിച്ച് രാത്രി ഒരു 10:30 ആയപ്പോഴത്തേനും പോകുന്നു. എല്ലാവരും കാറി കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ഞാൻ എണീറ്റിരിക്കണമെന്ന് പറഞ്ഞാൽ ഉറക്കം ചെറുതായിട്ട് വന്ന് പിന്നെ എന്താ ബ്രേക്ക് ഇട്ടപ്പോഴത്തേനും ചാടി എണീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ വ്ളോഗ്, ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ പുതിയ വീഡിയോസായിട്ട് വന്നവർ, ഇറ്റ്സ് മീ അമൽ കൊച്ചി സൈനിങ് ഓഫ്. Take care, bye bye, see you later.